വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം 20-ാമത് വാക്യം, എൻ്റെ ജീവകാലം ചുരുക്കമല്ലയോ എന്നുള്ള വചനമാണ്. ഒരു മനുഷ്യന് ഈ ലോകത്ത് ജീവിപ്പാനായിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടെന്നും അത് വേഗത്തിൽ കഴിഞ്ഞു പോകുന്നതാണെന്നും അത് ചുരുക്കമായതാണെന്നും ഈ വാക്യത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. 7, 10, 70 ഏറെയായാൽ 80 ഉള്ള ഒരു ജീവിതകാലത്തെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ, വിശുദ്ധ പൗലോസ് നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള പദങ്ങൾ നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ സങ്കടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതോ നിത്യം എന്നോർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരുമ്പോൾ അധൈര്യങ്ങളും ഭയവും ഭീരുത്വവുമൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരാം. ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ ഞാനും നിങ്ങളും അധൈര്യപ്പെട്ടു പോകുന്നവരായിട്ടല്ല. ജീവിതത്തിൽ എന്തെല്ലാം കടന്നു വന്നാലും പുറമേയുള്ള മനുഷ്യന് മാത്രമേ അത് ബാധിക്കുന്നുള്ളൂ എന്നും അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ലോക ജീവിതമെന്ന് പറയുന്നത് പുല്ലുണങ്ങുന്നതുപോലെയും പൂവാടിപ്പോകുന്നതുപോലെയും അവസാനിക്കുന്ന ഒന്ന് മാത്രമാണെന്നും ഈ ജീവിത കാലഘട്ടത്തിൽ നമ്മുടെ സൃഷ്ടിതാവും നമ്മുടെ ജീവൻ്റെ താതാവുമായിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ ചിന്തയിൽ നമ്മുടെ ജീവിതകാലം കഴിക്കണമെന്നും ക്ഷണികമായ ജീവിത കാലഘട്ടം മാത്രമാണ് നമ്മുടെ ജീവിത കാലഘട്ടമെന്നും അതേത് സമയത്തും അവസാനിക്കുന്നതാണെന്നും നാം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ താഴ്മയിലും വിനയത്തിലും സൗമ്യതയിലും നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നാം ഗൗരവമായി തിരിച്ചറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കിനിയും ഏറിയ കാലഘട്ടങ്ങൾ ഉണ്ടെന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കുള്ളതിലൊക്കെ പ്രശംസിച്ച് ഓരോ ദിവസങ്ങളും നാം നമ്മെ തന്നെ ശ്രേഷ്ഠരാക്കിക്കൊണ്ട് ജീവിക്കാൻ ഉത്സാഹിക്കും. എന്നാൽ നമ്മുടെ ജീവിതകാലം ചുരുക്കമാണെന്ന് തിരിച്ചറിയുമ്പോൾ ക്ഷമിപ്പാനും സ്നേഹിപ്പാനും വിട്ടുവീഴ്ച ചെയ്യുവാനും ദൈവത്തെ ഓർക്കുവാനും ആ നിലകളിൽ ജീവിപ്പാനും നമുക്ക് സാധിക്കും. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇയ്യോബും അതുതന്നെയാണ് പറയുന്നത്. മനുഷ്യൻ്റെ ജീവകാലം ചുരുക്കമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ആകയാൽ നമ്മുടെ ജീവകാലത്തിൻ്റെ ചുരുക്കത്തെക്കുറിച്ച് അല്ലെങ്കിൽ നാം അല്പായുസ്സുള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്
ഓരോ ദിവസങ്ങളും നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും ആ നിലകളിൽ ജീവിക്കുന്നവരുമായി തീരുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ ജീവകാലം ചുരുക്കമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്കാവോളം ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്മയിലും വിനയത്തിലും സ്നേഹത്തിലും ഞങ്ങളുടെ ജീവിതകാലം മുൻപോട്ട് കഴിപ്പാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ. ദൈവത്തിൻ്റെ കരുണയും കരുതലും സ്നേഹവും അനുഭവിച്ച് ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.